ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു ഫിനിഷ് എന്നൊരു വേർഡിനെ കുറിച്ചാണ്. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് സെലക്റ്റഡ് ആയിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യണം. മോശമായ കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ട് അത് അതിൻ്റെ പീക്കിലേക്ക് എത്തുന്നതല്ല. അതിനെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വേണ്ടത് എന്താണോ, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണോ, അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരെ യാത്ര തിരിക്കാൻ വേണ്ടി പോവുകയാണ്. ആലപ്പുഴയിൽ നിന്ന് ചേർത്തലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് വേണ്ട, യാത്രയൊന്നും വേണ്ട, ഞാൻ ഇറങ്ങി തിരിച്ചു പോരുവാണെന്നുണ്ടെങ്കിലും ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല. ഇതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അവരൊരു ഡിഗ്രിക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്യാതെ പകുതി വഴിക്ക് ഇറങ്ങിപ്പോരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്നു, അത് പൂർത്തീകരിക്കാതെ തിരിച്ചു പോരുന്നു. അവർക്ക് സക്സസ് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും ഫിനിഷ് ചെയ്തിരിക്കണം. ഞാനത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കണം. നമ്മൾ ഇന്ന് നമ്മുടെ ഒരു കുട്ടി ജനിച്ചു, ജീവിതം സ്റ്റാർട്ട് ചെയ്തു, ഒരു 80 വയസ്സ് വരെയും ജീവിക്കുമെന്ന് കരുതുക. നോർമലി ഒരു 70-80 വയസ്സ് വരെ ജീവിക്കുന്നു നോർമലി എന്ന് കരുതുക. അതിൻ്റെ ഇടയ്ക്ക് ആ കുട്ടി പഠനങ്ങൾ തുടങ്ങുകയാണ്. ഒരു 18-20 വയസ്സ് വരെയും പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഒരു 22 വരെ പഠിച്ചതിന് ശേഷം പിന്നെ ആ പഠനം ഉപേക്ഷിക്കുകയാണ്. പിന്നെ മറ്റെന്തെങ്കിലും ജോലിയാകുന്നു, ജോലിയിലേക്കുറിച്ചുള്ള പഠനങ്ങളാകുന്നു, അങ്ങനെ പോകുന്നു. പക്ഷെ നമ്മൾ തുടങ്ങി വെച്ച പല കാര്യങ്ങളും നമ്മൾ ചെറിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും ശ്രമിക്കണം. നമുക്ക് എത്ര പ്രായമായാലും നമ്മൾ ലേൺ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്ങനെ പുതിയ സ്കില്ലുകൾ ആർജിക്കാം, പിന്നെ എങ്ങനെ അറിവുകൾ നേടാം, ഇതെല്ലാം ആർജിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാർദ്ധക്യത്തിലാണെങ്കിലും അതല്ലെങ്കിൽ നമ്മളൊരു മിഡിൽ ഏജിലാണെങ്കിലും നമുക്ക് ശേഷിയുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഒരു 50 പൈസ ഉണ്ടെന്ന് കരുതുക. നിങ്ങൾക്ക് നല്ല ചെറുപ്പക്കാരെ കൂട്ട് ഓടിക്കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഫുട്ബോളിൻ്റെ സ്കില്ലൊക്കെ അറിയാം, അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാനുള്ള സ്റ്റാമിന ഉണ്ട്. എങ്കിൽ നിങ്ങളെന്താണ്, കുട്ടികളുടെ കൂടെ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും അവരുടെ കൂടെ കളിക്കാനും രസിക്കാനും നിങ്ങൾക്ക് പറ്റും. ഇനി നിങ്ങളൊരു 10-20 വയസ്സോ 25 വയസ്സോ ഉള്ളൊരു ആളാണ്, പക്ഷേ നിങ്ങൾക്ക് സ്കില്ലുകളൊന്നുമില്ല, കളിക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല, നിങ്ങൾക്ക് സ്റ്റാമിനയൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഏജിലുള്ളവരോട് കളിക്കാനോ മറ്റു കാര്യങ്ങളോ പറ്റുമോ? ഇല്ല. നിങ്ങൾ ഡള്ളായിട്ട് എവിടെയെങ്കിലും മാറിയിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ശേഷി നമ്മളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ശേഷി എങ്ങനെയാണ്? നമ്മൾ പഠിക്കുന്നതിലൂടെയും പ്രവർത്തിക്കുന്നതിലൂടെയുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കിട്ടുന്ന ഓരോ നിമിഷവും പുതിയ കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ ശേഷി കൂട്ടാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. എപ്പോൾ വരെ ജീവിതം എന്ന് എൻഡാവുന്നു